മനുഷ്യരെക്കാളും കൂടുതൽ ആനകളുള്ള രാജ്യം. അതെ, 26 ലക്ഷം ആനകളും 10 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ബോട്സ്വാന എന്ന രാജ്യത്തിലെ ചോബേ നാഷണൽ പാർക്കിലൂടെയാണ് നമ്മുടെ യാത്ര. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് ആഫ്രിക്കയിൽ പോയാലും സിംഹത്തിനെ കാണുന്നൊരു ഭയങ്കര ആഗ്രഹമല്ലേ. കാടിന്റെ ഉള്ളിൽ വൈൽഡ് അടിച്ച് നടക്കണ സിംഹത്തിനെ കാണാനുള്ള ആഗ്രഹമല്ലേ. ആ സിംഹത്തിനെ തേടിയിട്ടുള്ള യാത്രയാണ്. അതില് ഈ കാട്ടിലുള്ള പല വെറൈറ്റി വൈൽഡ് ലൈഫ് ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ജിറാഫിനെ കാണുന്നുണ്ട്, മാനിനെ കാണുന്നുണ്ട്, കാട്ടുപോത്തിനെ കാണുന്നുണ്ട്, നല്ല നല്ല പക്ഷീനെ കാണാണ്ട്, നേരത്തെ പറഞ്ഞ ആനകളെ വരെ എല്ലായിടത്തും കാണാണ്ട്. ഒരു ലയൺ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വൈൽഡ് ലൈഫ് യാത്രക്കാരുടെ ഒരു സ്വപ്നമാണ്. നമ്മൾ ആ സ്വപ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, ബോട്സ്വാനയിലത്തെ ചോബേ നാഷണൽ പാർക്കിലെ വൈൽഡ് ലൈഫാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ ഈ ചോബേ നാഷണൽ പാർക്കിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ചാൻസാണ് സിംഹത്തിനെ സ്പോട്ട് ചെയ്യാന്ന് പറയുന്നത്. 5ാമത്തെ തവണയാണ് നമ്മൾ ഈ ചോബേ നാഷണൽ പാർക്കിൽ വരുന്നത്. ഇതുവരെ ലയണിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചേട്ടാ, ഇന്ന് നമ്മൾ സിംഹത്തിനെ കാണാണ്ട് ഈ കാട്ടിന്ന് പോലെയാന്ന് നമ്മൾ പറഞ്ഞു നിർത്തലല്ല, നമ്മുടെ മുമ്പിലേ 3 സിംഹം വന്നിരിക്കുക. സിംഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആലോചിക്കാൻ പോലും പറ്റില്ല. ഈ കാടിന് നടുക്ക് എല്ലാ മൃഗങ്ങളും നോക്കി നിൽക്കെ അതിന്റെ നടുക്കി കൂടെ ഈ രാജാവ് നടന്നു പോവാ. നമ്മളിപ്പോഴും പറയാറുണ്ട് കാട്ടിലെ രാജാവ് സിംഹാന്ന്. പക്ഷെ ആ രാജാവ് എഴുന്നൂല് വരുന്ന പോലത്തെ ഒരു റേഞ്ച് ഉണ്ട് ചക്കന്. അതെനിക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും അത് കണ്ട് ആസ്വദിച്ചു. ഞങ്ങൾക്കത് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ ഇത്ര ഗ്രൂപ്പിനും ഇത്രയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ലയണിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പറ്റി. അങ്ങനെ ഈ ചോബേ നാഷണൽ പാർക്കിൽ തന്നെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ചോബേ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് അതിഗംഭീരാക്കി.